ഒരു കൂട്ടം കുട്ടികളുടെ കഥ പറയുന്ന ഒരു ചിത്രമാണ് ഗോൾഡ് കോയിൻ. ഗോൾഡ് കോയിൻ എന്ന ചിത്രം ഇപ്പോൾ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശേഷം പങ്കുവയ്ക്കാനായി നമ്മുടെ കൂടെ ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായി അഭിനയിച്ച മീരാനന്ദനാണുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ഗോൾഡ് കോയിനിലെ ഒരു എക്സ്പീരിയൻസ്? തീർച്ചയായിട്ടും ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. മെയിനായിട്ട് പറയുകയാണെങ്കിൽ കൊച്ചുകുട്ടികളുടെ സിനിമയാണ്. കൊച്ചുകുട്ടികളാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. ഒരു പ്രോപ്പർ നായികയോ നായകനോ ഇല്ലാത്ത ഒരു സിനിമയാണ്. അല്ലെങ്കിൽ അവരാണ് നായകനോ നായികയോ എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഒരു നല്ല സിനിമയുടെ ഭാഗമായതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഈ കുട്ടികളുടെ കൂടുതലൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അവരായിട്ട് ഇടപഴകാനും ഒക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്നവരാണ്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും കുട്ടികളുടെ മുന്നിൽ ഒരു ടീച്ചറായിട്ട് അഭിനയിക്കേണ്ടി വരുന്നത്. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു. കാര്യം ഫസ്റ്റ് ഡയറക്ടർ ആക്ഷൻ പറയുന്നത് പോലും കേൾക്കാനായിട്ട് പറ്റില്ലായിരുന്നു, കുട്ടികളുടെ ഒച്ചയൊക്കെ കാരണേ. പിന്നീട് ആ കുട്ടികൾ വെൽ പ്രിപ്പയർഡായിരുന്നു. അവർ അഭിനയിക്കാൻ വേണ്ടി വെൽ പ്രിപ്പയർഡായിരുന്നു. അവർക്ക് പ്രോപ്പറായിട്ടുള്ള വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ടീച്ചർ എന്ന് പറയുമ്പോൾ കുട്ടികളെ പേടിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നോ അതോ കുട്ടികളുടെ അടുത്ത് വളരെ എൻജോയ് ചെയ്ത്? ഒരിക്കലും അല്ല. കാര്യം ഈ ടീച്ചർ കുട്ടികൾ ഒരു തെറ്റ് ചെയ്താൽ ആ കുട്ടികളെ അടിക്കുകയോ ശാസിക്കുകയോ ചെയ്യാതെ ആ കുട്ടികൾക്ക് ആ തെറ്റിനെ എങ്ങനെ നന്മയിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടീച്ചറാണ്. കുട്ടികളാകുമ്പോൾ ചെറിയ ചെറിയ കുസൃതികളും നുണപറച്ചിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും അല്ല എന്ന് കാണിക്കുന്ന ഒരു സിനിമയും കൂടെയാണ് ഗോൾഡ് കോയിൻസ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മലയാളത്തിൽ വീണ്ടും എത്തുന്നത്. അപ്പം എങ്ങനെയാണ് ആ ഒരു പ്രതീക്ഷകളും മറ്റു കാര്യങ്ങളൊക്കെ? ഞാൻ ഇപ്പോൾ പൊതുവേ ഒന്നും പ്രതീക്ഷിക്കാറില്ല. ഇങ്ങനത്തെ സിനിമകൾ, നല്ല നല്ല സിനിമകളുടെ ഭാഗമാവുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. അങ്ങനെ അധികം സിനിമകളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ചെയ്യുന്ന സിനിമകൾ ആൾക്കാരിലേക്ക് എത്തിക്കുക, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമകളാവുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ആഗ്രഹവും പ്രതീക്ഷയൊക്കെ. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഒരു ചിത്രം വളരെ നല്ല രീതിയിൽ ഓടണമെങ്കിൽ സ്റ്റാർസോ അങ്ങനെ ആരും വേണ്ട. നല്ലൊരു പ്രമേയവും നല്ലൊരു ചിത്രമാണെങ്കിൽ അത് ഓടുന്നൊരു അവസ്ഥയാണ് നിലവിലുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഗോൾഡ് കോയിൻ എന്നുള്ളൊരു ചിത്രം എങ്ങനെയാണ്? നമ്മൾ കാണാറുണ്ട്, തിരക്കഥയാണ് ഇപ്പോൾ സ്റ്റാർ എന്നുള്ളത്. നമ്മൾ അങ്കമാലി ഡയറീസ് പോലെയുള്ള സിനിമകളിൽ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതേസമയം ഗപ്പി പോലത്തെ സിനിമകൾ DVD ഇറങ്ങുന്ന സമയത്ത് വലിയ വിജയമാവുക, കൂടുതൽ ആൾക്കാർ DVD മേടിക്കാനായിട്ട് പോവുക. പക്ഷേ അങ്ങനെയല്ല. അങ്ങനത്തെ സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ തിയേറ്ററിലും കൂടെ വിജയിപ്പിക്കാനായിട്ടുള്ളൊരു ശ്രമം പ്രേക്ഷകരായ നമ്മൾ കാണിക്കണം. ഞാൻ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഒരു സിനിമ പോലും മിസ് ചെയ്യാനായിട്ട് നോക്കാത്ത ഒരാളാണ്. അത് എങ്ങനത്തെ സിനിമയായാലും എല്ലാ സിനിമകളും കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. സോ ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ എല്ലാവരും ശ്രമിക്കണം. ഇങ്ങനത്തെ ഒരു ചെറിയ സിനിമയാണ് ഗോൾഡ് കോയിൻസ്, വളരെ ചെറിയൊരു സിനിമയാണ്. അങ്ങനത്തെ ഒരു സിനിമയും എല്ലാവരും സ്വീകരിക്കാനായിട്ടുള്ള സന്മനസ് കാണിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ്, ഒരു നന്മ നിറഞ്ഞിട്ടുള്ളൊരു സിനിമയാണ് ഗോൾഡ് കോയിൻസ്. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് തിയേറ്ററിൽ തന്നെ വലിയൊരു വിജയമാക്കണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന. തീർച്ചയായും ഒരു നല്ല വിജയം തന്നെ ഈ ഒരു ചിത്രത്തിനുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.